ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു അമേരിക്കൻ ഹൊറർ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സീരീസിന്റെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, വാഷിങ്ടണിലെ ഒരു തീരദേശ പട്ടണത്തിലാണ് ഈ സീരീസിന്റെ കഥ നടക്കുന്നത്. അവിടെ എന്താ പറയുക, ഈ മത്സ്യബന്ധന തൊഴിലാളികളും പിന്നെ മത്സ്യ കന്യകമാരും തമ്മിലുള്ള ആ ഒരു ഊഷ്മളമായ ബന്ധത്തിന്റെ കാര്യങ്ങളും ആ സംഭവങ്ങൾ ഐതിഹ്യ കഥകളും കാര്യങ്ങളൊക്കെ ആണ് അവിടെ കുറിച്ച് പറയുന്നത്. അത് കേട്ട് വളർന്ന കുട്ടികളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ആ ഒരു സ്ഥലത്തേക്ക് അതിന് പേര് കേട്ട ആ ഒരു ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെയുള്ള പേര് കേട്ട ആ ഒരു സ്ഥലത്തേക്ക്, ആ ഒരു തീരദേശത്തേക്ക് തൻ്റെ പിന്നെ ഒരു മത്സ്യകന്യക വരികയാണ്. തൻ്റെ പെങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ഒരു മത്സ്യകന്യക വരികയാണ്. അതിനുശേഷം അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. പെങ്ങളെ കണ്ടുപിടിച്ചോ, തിരിച്ചു പോയെങ്കിൽ തന്നെ എന്തൊക്കെ സംഭവിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു സീരീസാണ്. സൈറൺ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 2018 റിലീസ് ചെയ്ത സീരീസാണ് സൈറൺ എന്ന് പറഞ്ഞ സീരീസ്. 3 സീസണാണ് ഉള്ളത്. ഫസ്റ്റ് സീസണ് 10 എപ്പിസോഡുകളാണുള്ളത്. അപ്പോൾ എന്താ പറയുക, 2018 ഫസ്റ്റ് സീസൺ, സെക്കൻഡ് സീസൺ 2019, 2020 തേർഡ് സീസൺ ഇറങ്ങി അവർ ക്ലോസ് ചെയ്തതാണ് സീരീസ്. ഫ്രീ ഫോം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സീരീസ് സ്ട്രീം ചെയ്തിട്ടുള്ളത്. ഓരോ എപ്പിസോഡുകളും ഒരു 40-45 മിനിറ്റുകൾ അടങ്ങുന്ന എപ്പിസോഡുകളാണ് എവറേജ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു മസ്റ്റ് വാച്ച് സീരീസ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മസ്റ്റ് വാച്ച് സീരീസ് ആയിട്ട് ഈ ഒരു സീരീസ് ഞാൻ പറയില്ല. എന്തായാലും ഒരു 1 ടൈം വാച്ചബിൾ ആണ്. ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. സത്യം പറയുന്നത് എനിക്ക് ഈ മത്സ്യകന്യക ആ ഒരു ഫാൻറ്റസി ടൈപ്പ് സംഭവങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലുള്ള ഫാൻറ്റസി ടൈപ്പ് സംഭവങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സംഭവം കണ്ടു നോക്കിയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ടിരിക്കാൻ ജസ്റ്റ് ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ട് ഒരു വൗ ഫാക്ടർ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എവിടെയും ഈ ഒരു സീരീസിൽ അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷെ കണ്ടിരിക്കാം, ആ ഒരു ഇതിലാണ്, കൺസെപ്റ്റിലാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഊഹിക്കാവുന്ന സംഭവം ആണോ എന്നുള്ളത് ചോദിക്കാൽ എന്താ പറയുക, പ്രഡിക്റ്റബിൾ ആണ്, പക്ഷെ എന്നാലും പ്രഡിക്റ്റബിൾ അല്ല. ആ ഒരു രീതിയിലാണ് ഈ ഒരു സീരീസിന്റെ കഥയുടെ മുന്നോട്ടുള്ള പോക്കുള്ളത്. എന്തായാലും പെട്ടെന്ന് തീരുന്നുണ്ട്. സംഭവങ്ങളൊക്കെ രസമുണ്ട്. ഞാൻ കുറച്ച് ആക്ഷൻ രംഗങ്ങളൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ അങ്ങനെയുള്ള ആക്ഷൻ രംഗങ്ങളും കുറച്ച് കുറവാണ്. ഒരു ഡ്രാമ മൂഡിലാണ് സീരീസിന്റെ ഒരു പോക്ക് എന്നുള്ളത്. അതിന് കൂടെ ഫാൻറ്റസി കൂടി ആഡ് ചെയ്തെന്നുള്ളതാണ്, ഈ മത്സ്യകന്യമാരുടെ ആ സംഭവം കൂടി ആഡ് ചെയ്യുന്നതാണ്. നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ മനുഷ്യന്മാരുടെ ആ ഒരു സംഭവങ്ങൾ, ഇതിൽ നടത്തുന്ന പരീക്ഷണങ്ങളും പിന്നെ ഈ കടൽ പിന്നെന്താ പറയുക, കടൽ ഓയിൽ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. വെള്ളത്തിൻ്റെ ആ ഒരു മലിനീകരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഈ സീരീസിൽ എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെ ഒരു സംഭവം ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ മലയാളം സബ് ടൈറ്റിലോ അങ്ങനെയുള്ള മറ്റൊരു ഓഡിയോസോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല, ഓൺലി ഇംഗ്ലീഷാണ്. അപ്പോൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും